ഹലോ, ഇന്നൊരു ലെമൺ സ്ക്വാഷിൻ്റെ റെസിപ്പി ആയാലോ? നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലെമൺ സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പിൻ്റെ അളവിലാണെങ്കിൽ ഒരു 4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 25 നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരയും നാരങ്ങയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അലുത്ത് വരും. ആ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇഞ്ചിയുടെ നീര് നമ്മുടെ ഓപ്ഷണലാണ്. നമുക്ക് ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി തിക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു നൂൽ പരുവം അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിക്കായി കിട്ടിയാൽ മതി. ഒന്ന് തിക്കായി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഗ്ലാസ് കണ്ടെയ്നറിലോ ഇത് ഒഴിച്ച് വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. നമുക്ക് ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഈ സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലെമൺ സ്ക്വാഷിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്